ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ 25 കോടി അടിച്ചിരിക്കുന്നത്. അതെ, അദ്ദേഹം വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം 25 കോടി അടിച്ചിരിക്കുന്നത് അല്ലെ. എന്താ രതീഷ് എന്ന് പറയും, നെട്ടൂര്. ഹലോ, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം ബമ്പർ മലയാളികളുടെ ഒരു വികാരമാണ്. അപ്പം അതിന് നറുക്കെടുപ്പ് കഴിഞ്ഞു. ഈ ഏജൻസി ഭഗവതി ലോട്ടറി ഏജൻസി എറണാകുളം വൈറ്റിൽ നിന്നാണ് ബമ്പർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യവാനെ തേടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ 25 കോടി അടിച്ചിരിക്കുന്നത്. അതെ അല്ലേ, ഇവിടെ വിറ്റ ടിക്കറ്റിനാണ്. ഇവിടെ വിറ്റ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ച ആളിന് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് 1 കോടി രൂപയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇവിടെ കാരുണ്യയിൽ ഒന്നാം സമ്മാനം അടിച്ച ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 3-ാം സമ്മാനം 50 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളിന്. ഈ ആളിനല്ല, വേറൊരു ആളിന്. അതേ ആളിന് തന്നെ കഴിഞ്ഞ ഓണം ബമ്പറിലും 50 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപ 2 തവണ അടിച്ചു. അത് വേറൊരു ഏജൻസിയാണ്. ഇതേ ഏജൻസി അല്ല, ഇതേ ഏജൻസിക്ക് വേറെ ഇവിടെ വിറ്റത് വൈറ്റില ബ്രാഞ്ചിൽ, ഭഗവതി ലോട്ടറി ഏജൻസിയുടെ വൈറ്റില ബ്രാഞ്ചിൽ കിട്ടി. ഓക്കെ. ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ച ആളെ കണ്ടെത്തിക്കണം. ഒന്നാം സമ്മാനം ആള് അതൊരു സബ് ഏജന്റിന്റെ അറിയാം. എന്താ രതീഷ് എന്ന് പറയും, നെട്ടൂര്. അദ്ദേഹം എല്ലാ ദിവസവും 800 ടിക്കറ്റുള്ള എടുക്കുന്ന ആളാണ്. ഇവിടെ 800 ടിക്കറ്റ് ഡെയിലി എടുക്കും. അത് അവിടെ കടയുണ്ട്, നെട്ടൂരിൽ കടയുണ്ട്. കടയുടെ പേരെന്താ? കടയുടെ പേരറിയാൻ വയ്യ. പുള്ളിയുടെ പേരിൽ രതീഷ് എന്നാണ്. ആ പേരിലാണ് അടിക്കുന്നത്. പുള്ളി വിറ്റ ടിക്കറ്റാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. പുള്ളിനെ ബന്ധപ്പെട്ടിരുന്നോ? പുള്ളിയെ ബന്ധപ്പെട്ട് പുള്ളിക്ക് ആളെ മനസ്സിലായോ? ആള് ഫൈൻഡ് ഔട്ട് ചെയ്തില്ലെന്നാണ് പറയുന്നത്. പേര് പറയുന്നില്ല അവർ. തൽക്കാലം അറിയാൻ വയ്യെന്നാണ് പറയുന്നത്. നിയേഷിനെ ആളറിയാം, പക്ഷെ വെളിപ്പെടുത്താൻ അറിയാമായിരിക്കാം ഒരു പക്ഷേ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഇപ്പോൾ വേറെ ടിക്കറ്റ് ഒരുപാട് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ ചിലപ്പോൾ ഉടനെ പറ്റിയൊന്നുമില്ല. എന്നാലും അറിയാമായിരിക്കും. ഭഗവതി ലോട്ടറി ഏജൻസിന്റെ മാനേജർ ബിജുവേട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ബിജുവേട്ട്, ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങളിത് 24 വർഷമായി ഈ സ്ഥാപനം ആറ്റിങ്ങിൽ തുടങ്ങിയിട്ട്. ആറ്റിങ്ങിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. ഞങ്ങളുടെ ഇത് ഈ എറണാകുളത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമേ ഉള്ളൂ. കഴിഞ്ഞ ഓണത്തിന് ബമ്പറിൽ 50 ലക്ഷം 3-ാം സമ്മാനം ഈ കടയിൽ തന്നെയാണ് അടിച്ചത്. ഇത്തവണ ഫസ്റ്റ് പ്രൈസും അടിച്ചു, കൂടാതെ 3-ാം സമ്മാനം. ആ 3-ാം സമ്മാനം അടിച്ചത് കഴിഞ്ഞ വർഷം അടിച്ച അതേ ഏജന്റിന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. 2 തവണ അദ്ദേഹം കൊണ്ട ടിക്കറ്റിനാണ് അടിച്ചത്. അത് എവിടെയുള്ള ഏജന്റാണ് അത്? ഇത് വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ്. ഇവിടെ വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ്. ഇത് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് നെട്ടൂരുള്ള ആളിനാണ്, രതീഷ്. നേരത്തെ ഞങ്ങളുടെ 800ഓളം ടിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. നെട്ടൂരിൽ വേറൊരു ഏജൻസിയാണ് അത് അല്ലേ? സബ് ഏജന്റാണ്, ഞങ്ങളുടെ സബ് ഏജന്റ്. അദ്ദേഹം വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം 25 കോടി അടിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട്? അല്ല, ഞങ്ങൾക്ക് 2022 കേരള ഭാഗ്യക്കുറി ഓണം ബമ്പർ 25 കോടി ആദ്യം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ 25 കോടി പഴവങ്ങാടിയിൽ ഞങ്ങളുടെ ഷോപ്പിലാണ് ആട്ടോ ഡ്രൈവർ അനൂപിന് നിങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പഴവങ്ങാടിയിലുള്ള ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ്. അനൂപിനെ എനിക്കറിയാം. ഞങ്ങൾ അനൂപിനെ കണ്ട് സംസാരിച്ചത് ഞങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് പോയി അനൂപ് എടുത്തിരിക്കുന്നത്. അനൂപ് ഇപ്പോൾ ഹോട്ടലൊക്കെ നടത്താണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ ഫസ്റ്റ് അടിച്ച ആള് പുറത്തു വരാൻ സാധ്യതയില്ല. കാരണം അനൂപിന് നേരിട്ട അനുഭവം കൊണ്ട് നേരിട്ട് വരാൻ സാധ്യത കുറവാണ്. അനൂപ് അത് പറഞ്ഞിരുന്നു. കാരണം അനൂപ് അന്നത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ശേഷം ഈ വലിയ ബമ്പർ അടിക്കുന്ന ആരെയും നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ഈ പ്രൈവസിയൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നമ്മുടെ ഏജൻസിനെ എല്ലാം നമുക്ക് ഇപ്പോൾ 25 കോടി ഓണം ബമ്പർ ആക്കിയതിനു ശേഷം ആദ്യത്തെ പ്രൈസും നിങ്ങൾ 22-ലും ഞങ്ങൾക്ക് അടിച്ചു. ഇപ്പൊ 25-ലും 3 വർഷം 23, 24 രണ്ടാമത്തെ 2 നമുക്ക് പോയല്ലോ. ആദ്യത്തതും ഇപ്പൊ 4-മത്തതും ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് മാത്രം ഇതൊക്കെ ഇതുവരെ ഇതുപോലുള്ള വലിയ ബമ്പർ 7 ഇത് 7-മത്തെ ബമ്പറാണ് ഈ വലിയ ബമ്പർ അടിക്കുന്നത്. സാധാരണ ഡെയിലി ടിക്കറ്റ് ഒരു 250-ന് പുറത്ത് ഒന്നാം സമ്മാനം ഞങ്ങളുടെ ഏജൻസി വഴി കിട്ടിയിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ എറണാകുളം ഉൾപ്പെടെ ഇനി തൃശ്ശൂരൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 30ഓളം ഷോപ്പുകൾ ഇപ്പോൾ നിലവിൽ റണ്ണിങ് ആണ്. അപ്പോൾ കേരള സർക്കാർ 25 കോടി ആക്കിയതിന് ശേഷം ഓണം ബമ്പർ ആദ്യം അടിക്കുന്നത് ഞങ്ങൾക്കാണ്. ഇപ്പോൾ ഈ വർഷത്തതും നിങ്ങൾക്ക്. അപ്പം 2 തവണ ഓണം ബമ്പർ ഭഗവതി ഏജൻസിയിലൂടെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലേ? അത് ഒന്ന് അനൂപിനെ നമുക്ക് നേരിട്ടറിയാം. നമ്മുടെ ചാനൽ അനൂപിൻ്റെ വർക്കും ഇൻ്റർവ്യൂസൊക്കെ വന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഭാഗ്യാന്വേഷികളിൽ ഭാഗ്യം തേടി ഇങ്ങോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.